നമസ്കാരം. നിങ്ങളൊരു പുതിയ വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് വെറുതെ ഒന്ന് സങ്കൽപ്പിക്കാം. ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ. ഇനി എന്ത്? ഒരു വലിയ സ്വപ്നപദ്ധതികളുടെ ലിസ്റ്റ് ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഈ വിദഗ്ധ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആദ്യത്തെ വിജയം ഒരു വലിയ സ്റ്റേഡിയം പണിയുന്നതിലല്ല, മറിച്ച് ആളുകൾ എന്നും കാണുന്ന ചെറിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശരിയാക്കുന്നതിലാണ്. വളരെ ശരിയാണ്. ആ ആദ്യത്തെ 90 ദിവസങ്ങൾ അത് ഭയങ്കര നിർണായകമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ സോഴ്സ് മെറ്റീരിയലുകൾ പറയുന്നത് വലിയ പദ്ധതികൾക്ക് ജനങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ ആദ്യം അവർക്ക് ഈ ഭരണത്തിൽ ഒരു വിശ്വാസം വരണം. വിശ്വാസം, അതാണ് പ്രധാനം. അതെ. അപ്പോൾ നമ്മുടെ ഈ ഡീപ് ഡൈവിന്റെ ലക്ഷ്യം ആ വിശ്വാസം എങ്ങനെ ഘട്ടം ഘട്ടമായി നേടിയെടുക്കാം എന്ന് നോക്കലാണ്. ഓക്കേ. അപ്പോൾ ആദ്യത്തെ 30 ദിവസങ്ങൾ റിപ്പോർട്ട് പറയുന്നത് നിർബന്ധിത കർത്തവ്യങ്ങളെക്കുറിച്ചാണ്. അതായത് മാലിന്യ സംസ്കരണം, തെരുവിളക്കുകൾ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു മെമ്പറുടെ ജോലിയാണോ എന്ന് പലരും ചിന്തിക്കുന്ന കാര്യങ്ങളാ. ആണ്. എന്നാൽ നിയമപരമായി നോക്കിയാൽ ഇവ ഒഴിവാക്കാനാവാത്ത ചുമതലകളാണ്. ഒരു തകരാറിലായ തെരുവുവിളക്ക് നന്നാക്കുന്നത് അതൊരു ചെറിയ കാര്യമായി നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എല്ലാ ദിവസവും ആ വഴി പോകുന്ന ഒരാൾക്ക് അത് നിങ്ങളുടെ കാര്യക്ഷമതയുടെ ഏറ്റവും എളുപ്പത്തിൽ കാണാനാവുന്ന ഒരു തെളിവാണ്. ശരിയാണ്. ഈ അടിസ്ഥാനപരമായ വിശ്വാസ്യതയാണ് പിന്നീട് വലിയ പദ്ധതികൾക്ക് ജനപിന്തുണ നേടാൻ സഹായിക്കുന്നത്. ശരിയാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം ഈ ഭരണ സംവിധാനങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്നും പറയുന്നുണ്ടല്ലോ. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ കാര്യം, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട്. പല നല്ല ആശയങ്ങളും രാഷ്ട്രീയത്തിന്റെ പേരിൽ അവിടെ തട്ടിവീഴാറുണ്ട്. ഒരു പുതിയ മെമ്പർക്ക് ഇതിനെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? അതൊരു നല്ല ചോദ്യമാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഒരാശയത്തെ നിയമപരമായ ഒരു പദ്ധതിയാക്കി മാറ്റുന്ന ഗേറ്റ്വേ. നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിങ്ങളുടെ വാർഡിൽ ഒരു പുതിയ അംഗൻവാടി വേണമെന്ന് കരുതുക. ആ ആവശ്യം നിങ്ങൾ നേരെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് വെക്കേണ്ടത്. ആ കമ്മിറ്റിയുടെ ഒരു ഘടന മനസ്സിലാക്കി അതിലെ അംഗങ്ങളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ നിങ്ങളുടെ ഫയലിന് ഒരു മുൻഗണന കിട്ടും. അല്ലാതെ ഒറ്റയ്ക്ക് പൊരുതുന്നതിലല്ല കാര്യം. ഓക്കെ. അപ്പോൾ അടിസ്ഥാന കാര്യങ്ങൾ ശരിയാക്കി, കമ്മിറ്റികളുടെ രീതി മനസ്സിലാക്കി. പക്ഷേ ഈ അംഗൻവാടി എന്ന ആശയം അതെവിടെ നിന്നാണ് വരേണ്ടത്? ഞാൻ സ്വയം തീരുമാനിക്കുന്നതാണോ ശരി, അതോ ജനങ്ങളോട് ചോദിക്കുന്നതാണോ? റിപ്പോർട്ട് അതിനെക്കുറിച്ചാണ് അടുത്തതായി പറയുന്നത്, അല്ലേ? തീർച്ചയായും. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഹൃദയം തന്നെ അതാണ്. നിങ്ങളുടെ ആശയം ജനങ്ങളുടേതായി മാറണം. അതിനാണ് വാർഡ് സഭകളും അയൽക്കൂട്ടങ്ങളും. നിയമപ്രകാരം വാർഡ് സഭകളിൽ വോട്ടർമാരുടെ ഒരു 10% കോറം വേണം. മാറും. പക്ഷേ ഈ 10% കോറം എന്നത് അത് പലപ്പോഴും ഒരു കടലാസിൽ ഒതുങ്ങാറില്ലേ? ആളുകൾ ചിലപ്പോൾ ഒപ്പിടാൻ വേണ്ടി മാത്രം വരുന്നു, അല്ലെങ്കിൽ കുറച്ചുപേർ മാത്രം ചർച്ചകൾ നിയന്ത്രിക്കുന്നു. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? അവിടെയാണ് നിങ്ങളുടെ നേതൃത്വം പ്രകടമാവേണ്ടത്. വാർഷിക പദ്ധതി ഫണ്ടിന്റെ 10% സ്ത്രീകൾക്കായുള്ള വനിതാ ഘടക പദ്ധതിക്ക് നീക്കിവെക്കണം. ശരിയാണ്. അപ്പോ മഹിളാ സഭകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഒരിക്കലൊരു മെമ്പർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എന്റെ ഏറ്റവും വലിയ വിജയം ഒരു റോഡ് ടാർ ചെയ്തതല്ല, മറിച്ച് മഹിളാ സഭയിൽ വെച്ച് ഒരു സ്ത്രീ ആദ്യമായി തന്റെ വീട്ടിലെ പ്രശ്നം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചതാണ് എന്ന്. അത്തരം ചർച്ചകളിൽ നിന്നാണ് ഈ അംഗൻവാടി പോലുള്ള യഥാർത്ഥ ആവശ്യങ്ങൾ ഉയർന്നു വരേണ്ടത്. അപ്പോ ഈ ആവശ്യങ്ങളെല്ലാം ജനങ്ങൾ പറഞ്ഞു. ഇനി ഇതിനെ എങ്ങനെ ഒരു ശാസ്ത്രീയമായ പ്രൊപ്പോസലാക്കി മാറ്റും? വെറുതെ അംഗൻവാടി വേണം എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇവിടെയാണ് ഡേറ്റയുടെ പ്രാധാന്യം വരുന്നത്, അല്ലേ? റിപ്പോർട്ടിൽ ഇൻഫർമേഷൻ കേരള മിഷന്റെ GIS മാപ്പിങ്ങിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ. നിങ്ങളുടെ വാദങ്ങൾക്ക് അതൊരു ശക്തിയാണ്. പണ്ട് എന്റെ വാർഡിൽ വെള്ളക്കെട്ടുണ്ട് എന്ന് വെറുതെ വാദിക്കേണ്ടിയിരുന്നു. പക്ഷെ IKMന്റെ സചിത്ര മാപ്പ് സ്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, ഈ 15 വീടുകൾക്ക് മുന്നിലാണ് എല്ലാ മഴക്കാലത്തും വെള്ളം കെട്ടുന്നത്. അതിന് കാരണം ഈ ഓട ഇവിടെ അടഞ്ഞു കിടക്കുന്നതാണെന്ന്. ഓക്കെ. അപ്പൊ കാര്യങ്ങൾക്കൊരു വ്യക്തത വരും. കൃത്യമായി. അംഗൻവാടിയുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായ വെള്ളം കയറാത്തൊരു സ്ഥലം കണ്ടെത്താൻ ഈ മാപ്പ് നിങ്ങളെ സഹായിക്കും. സാമൂഹിക ആവശ്യങ്ങൾക്കും ഇത് ബാധകമാണല്ലോ. ഈ അതിദരിദ്ര നിർമ്മാർജ്ജന മിഷന്റെ മൈക്രോ പ്ലാനുകൾ പോലെ അതൊരു വെറും ലിസ്റ്റല്ല, ഓരോ കുടുംബത്തിനും വേണ്ടിയുള്ള ഒരു ആക്ഷൻ പ്ലാനാണ്. വളരെ ശരിയാണ്. ഓരോ അതിദരിദ്ര കുടുംബത്തിനും ആരോഗ്യം, ഭവനം, ഉപജീവനം ഇതൊക്കെ ഉറപ്പാക്കുന്ന വ്യക്തിഗത പ്ലാനുകളുണ്ട്. അവ വാർഡ് സഭയിൽ വെച്ച് അംഗീകരിച്ച് നിങ്ങളുടെ വാർഡിന്റെ ഭാഗമാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഓക്കെ. അപ്പോൾ ജനകീയ ആവശ്യങ്ങൾ കണ്ടെത്തി, ഡേറ്റ വെച്ച് അതിനെ ശക്തമാക്കി,
ഈ താളത്തട്ടിൽ നിന്നുള്ള പ്ലാനുകളെല്ലാം എങ്ങനെയാണ് ഔദ്യോഗിക വാർഷിക പദ്ധതിയുടെ ഭാഗമാകുന്നത്? അയൽസഭ, മഹിളാസഭ എന്നിവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് നിങ്ങൾ ഒരു വാർഡ് തല കമ്മ്യൂണിറ്റി പ്ലാൻ തയ്യാറാക്കണം. ഇത് തദ്ദേശ സ്ഥാപനത്തിന് സമർപ്പിക്കണം. പിന്നീട് നടക്കുന്ന വികസന സെമിനാറിലും ഏറ്റവും ഒടുവിൽ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ, അതായത് DPCയുടെ അംഗീകാര ഘട്ടത്തിലും നിങ്ങളുടെ വാർഡിന്റെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. DPC അംഗീകാരം? അതെ, അത് ഒരു ഫൈനൽ എക്സാം പാസ്സാകുന്നത് പോലെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാർഡ് സഭയിൽ തുടങ്ങി ചെയ്ത എല്ലാ പണിയും വെറുതെയാകും. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിലല്ല, മറിച്ച് ഒരാവശ്യം താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി അതിനെ നിയമപരമായി യാഥാർത്ഥ്യമാക്കുന്ന ആ പ്രോസസ്സിലാണ് കാര്യം. കൃത്യമായി. നിങ്ങളുടെ റോൾ വാർഡിനു വേണ്ടി പദ്ധതികൾ അവകാശപ്പെടുന്ന ഒരാളുടേത് മാത്രമല്ല, അതിനപ്പുറം ആ വികസന പ്രക്രിയയുടെ യഥാർത്ഥ ഉടമസ്ഥനായിട്ട് മാറണം. ശരിയാണ്, ഉടമസ്ഥത. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈയൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക: എങ്ങനെ എന്റെ വാർഡിന്റെ വികസന പ്രക്രിയയുടെ പൂർണ്ണ ഉടമസ്ഥത എനിക്ക് ഏറ്റെടുക്കാൻ കഴിയും? പദ്ധതികൾ കേവലം മുകളിൽ നിന്ന് കൊണ്ടുവരുന്നതിനു പകരം ഓരോ ആവശ്യവും വാർഡ് സഭകളിൽ നിന്നും അയൽക്കൂട്ടങ്ങളിൽ നിന്നും തുടങ്ങി കൃത്യമായ ഡേറ്റയുടെ പിൻബലത്തോടെ എങ്ങനെ നിയമപരമായി നടപ്പാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തന ശൈലി തന്നെ മാറും.